ഹലോ ഹായ് നമസ്കാരം. ഞാനിന്നൊരു സൈറ്റിലാണ് നിൽക്കുന്നത്. ട്രിവാൻഡ്രത്ത് പൂജപ്പുര എന്ന് പറയുന്ന സ്ഥലത്താണ്. സോ നമ്മളിവിടെ ഒരു 5 കിലോവാട്ട് എൻഫേസ് വെച്ചിട്ടുള്ള ഒരു പ്രോജക്റ്റ് സൈറ്റിലാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പം ഏകദേശം ഒരു 12:30 മണിയാവുന്നുണ്ട്. നല്ല വെയിലുണ്ട്, അത്യാവശ്യത്തിന് നല്ല വെയിലുണ്ട്. സോ ഇതൊരു റൈസ്ഡ് പ്രോജക്റ്റാണ്. സോ ഈ പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഏകദേശം 5 കിലോവാട്ടാണ്. 5 kW ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റം. സോ ഇത് ട്രിവാൻഡ്രത്താണ് ഈ ഇൻസ്റ്റലേഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ആക്ച്വലി കുറച്ച് ഹൈറ്റുള്ള സ്ട്രക്ചറാണ് നമ്മൾ ചെയ്തേക്കുന്നത് വിത്ത് വാക്ക് വേ. ഇപ്പം ക്ലീനിങ്ങിനൊക്കെ ചെയ്യാൻ സൗകര്യമായിട്ടുള്ള ഒരു വാക്ക് വേ ആണ് ചെയ്തേക്കുന്നത്. ഈ ഇൻസ്റ്റലേഷൻ ഇപ്പം ഏകദേശം കോൺക്രീറ്റിങ് ചെയ്യുവാണ്. അതായത് നമ്മൾ റൂഫിലേക്കൊന്നും പിടിപ്പിക്കുന്നില്ല, പെനിട്രേഷൻ ചെയ്യാതെ തന്നെ നമ്മൾ ചെയ്യുവാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയ വാക്ക് വേ പോലെ ചെയ്തിട്ടുണ്ട്. ഈ വാക്ക് വേ എന്ന് പറയുമ്പോൾ നമുക്ക് ക്ലീനിങ്ങിനൊക്കെ മേളിൽ കയറി സൗകര്യമായിട്ട് ക്ലീനിങ് ചെയ്യാനുള്ള ഒരു സൗകര്യമുണ്ട്. ജസ്റ്റ് നമുക്കൊന്ന് കയറി നോക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ വെച്ചേക്കുന്നത് വിക്രം സോളാറിൻ്റെ പാനൽസാണ്. 450 വാട്ട്സ് വിക്രം സോളാറിൻ്റെ 450 വാട്ട്സുള്ള 12 പാനലാണ്. ഹാഫ് കട്ട് മോണോപെർക്ക് പാനൽസാണ്. വിക്രമിൻ്റെ M6 എഫിഷ്യൻസി കൂടിയ പാനൽസ് തന്നെയാണ്. ബിക്കോസ് നമ്മളിവിടെ 450 വാട്ട്സിൻ്റെ പാനൽസ് ചൂസ് ചെയ്യാനുള്ള കാരണം മെയിൻലി നമ്മൾ മൈക്രോ ഇൻവേർട്ടേഴ്സ് വെച്ചിട്ടാണ് ഈ പ്രോജക്റ്റ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ അടുത്ത് ഒത്തിരി പേര് ചോദിക്കാറുണ്ട് ഈ മൈക്രോ ഇൻവേർട്ടേഴ്സിനെ കുറിച്ച്. മൈക്രോ ഇൻവേർട്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോ പാനലിൻ്റെ താഴെയും ഒരു ഇൻവേർട്ടർ വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ കാണാൻ പറ്റും. ഹിയർ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഓരോ പാനലിൻ്റെ താഴെ നമുക്കൊരു ഇൻവേർട്ടർ വരുന്നുണ്ട്. IQ7A. ഇവിടെ നമുക്ക് IQ7A സീരീസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത് നെയിം പ്ലേറ്റ് ഡീറ്റെയിൽസ് കാണാൻ പറ്റും. വിക്രമിൽ 450 വാട്ട്സിൻ്റെ പാനൽസും എൻഫേസ് IQ7A സീരീസ് 12 മൈക്രോ ഇൻവേർട്ടേഴ്സ് നമ്മളിവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ എൻഫേസിന് നമുക്ക് Q കേബിളാണ് വരുന്നത്. ഇപ്പോൾ എൻഫേസിൻ്റെ ഔട്ട് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ കേബിൾ വഴി ഇപ്പോൾ ഒരു Q കേബിൾ വരെ ഇടും. Q കേബിൾ ഇട്ടിട്ടാണ് നമ്മൾ താഴെ കൊണ്ടുപോകുന്നത്. പിന്നെ ഇവിടെ നമ്മൾ വയ്ക്കുന്നത് സൈറ്റലിൻ്റെ SPD-യും E10-ൻ്റെ MCB-യാണ്. നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇത് എൻവോയാണ്. അപ്പം നമ്മൾ മേളിൽ കണ്ടുപോലെ മേളിൽ നമുക്ക് 12 ഇൻവേർട്ടേഴ്സ് ഉണ്ട്. എൻഫേസിൻ്റെ IQ7A ഇൻവേർട്ടേഴ്സാണ്. സോ നമുക്ക് താഴെ എൻവോയിലാണ് മോണിറ്ററിങ് ചെയ്യാൻ പറ്റുന്നത്. എൻഫേസിൻ്റെ എൻവോയ് ഉണ്ട്. അപ്പോൾ ഇതിന് ശേഷം എൻവോയിൽ നിന്ന് നേരെ നമ്മൾ KCB മീറ്ററിലേക്ക്, അതായത് SFU ഉണ്ട്. SFUവിന് ശേഷം ഐസൊലേറ്റർ SPD, പിന്നെ KCB മീറ്ററിലേക്കാണ് കൊടുക്കുന്നത്. സോ നമ്മളടുത്ത് ഒത്തിരി കസ്റ്റമേഴ്സ് ഇനിയും ചോദിക്കാറുണ്ട് ഈ എൻവോയ് ഇതിനൊക്കെ വാറണ്ടി എത്രയാണ്. സോ ബേസിക്കലി എൻവോയിനും 10 years വാറണ്ടിയാണ്. എൻഫേസ് ഇൻവേർട്ടേഴ്സിനും എൻവോയിനും 10 years വാറണ്ടിയാണ്. ഇനി മാനുഫാക്ചറിങ് ഡിഫക്റ്റ് അതുപോലെ എന്തെങ്കിലും സർവീസ് ഉണ്ടെങ്കിൽ ആ സർവീസ് വാറണ്ടിയും ഉൾപ്പെടെയാണ്. ഇതിന് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അപ് ടു 15 വർഷം അല്ലെങ്കിൽ ഒരു 25 വർഷം വരെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും.